ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇസ്രായേലിൽ കുറേ നാൾ ജോലി ചെയ്ത് യേശുവിൻ്റെ കല്ലറയിൽ ഞാനൊരു 7 പ്രാവശ്യം യേശു ജെറുസലേമിൽ പോയി. പക്ഷേ യേശുവിൻ്റെ കല്ലറയിൽ എനിക്ക് ആദ്യം പോയപ്പോൾ കയറാൻ പറ്റില്ല. കാര്യം അവിടെ പോകുമ്പോൾ ഭയങ്കര തിരക്കാണ്, ക്യൂ നിന്ന് ആണ് കയറേണ്ടത്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോഴെനിക്ക് കയറാൻ പറ്റില്ല. പിന്നെ അവസാനം ഞാൻ നാട്ടിൽ വരാൻ സമയമായപ്പോഴാണ്, അപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു, കൊറോണ സമയത്തായിരുന്നു. അപ്പോഴാൾക്കാരൊന്നുമില്ല അവിടെ, ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ക്യൂവിനൊന്നും ആളൊന്നുമില്ല. യേശുവിൻ്റെ കല്ലറയിൽ പോയപ്പോൾ ആരും അവിടെ ഇല്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് പോയത്. അപ്പോൾ യേശുവിൻ്റെ കല്ലറയിൽ കയറി പോകാൻ വേണ്ടിയിരുന്നപ്പോൾ അവിടെ ചെറിയൊരു വാതിലുണ്ട്, നമ്മൾ കയറുന്ന യേശുവിൻ്റെ കല്ലറയിൽ ചെറിയൊരു വാതിലുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ യഹൂദരാണ് അവിടെ നിൽക്കുന്നത്, സെക്യൂരിറ്റി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണിരുന്ന് സെക്യൂരിറ്റി പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, യേശുവിൻ്റെ കല്ലറയിൽ പോയി ഫോട്ടോ എടുക്കണമെന്ന്. എന്നിട്ട് അയാൾ വലുതായിട്ട് അങ്ങനെ ദേഷ്യമൊന്നും പറ്റില്ലായിരുന്നു. ഞാൻ എന്നിട്ട് അങ്ങ് അകത്ത് കയറി ഫോട്ടോ എടുത്തു. യേശുവിൻ്റെ കല്ലറയിൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് യേശുവിൻ്റെ കല്ലറയെല്ലാം കാണാൻ പറ്റി. അങ്ങനെ കർത്താവിൻ്റെ പുണ്യ സ്ഥലങ്ങളിലെല്ലാം പോകാനും പ്രാർത്ഥിക്കാനും ദൈവം വലിയൊരു അവസരം ഒരുക്കി. യേശു തൊട്ടതെല്ലാം പൊന്നായ സ്ഥലങ്ങളാണ് അവിടെ എല്ലാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനൊരു 4 വരി പാടുകയാണ്. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഒരു 4 വരി ഞാൻ പാടുകയാണ്. തെറ്റുണ്ടെങ്കിൽ എന്നോടെല്ലാവരും ക്ഷമിക്കണം. ജെറുസലേം വീതിയിൽ കണ്ടു ഞാൻ ഇസ്രായേലിൻ നാഥനെ കണ്ടു ഞാൻ. നീറും ഹൃദയങ്ങളിൽ നിറയും നയനങ്ങളിൽ ഇടറും പാദങ്ങളിൽ ആത്മദുഃഖങ്ങളിൽ സാന്ത്വനം നൽകിടും വചനമാം. ജെറുസലേം വീതിയിൽ കണ്ടു ഞാൻ ഇസ്രായേലിൻ നാഥനെ കണ്ടു ഞാൻ. നീറും ഹൃദയങ്ങളിൽ നിറയും നയനങ്ങളിൽ ഇടറും പാദങ്ങളിൽ ആത്മദുഃഖങ്ങളിൽ സാന്ത്വനം നൽകിടും വചനമാ. കൈക്കുമ്പിളിൽ തൃക്കാഴ്ചയായി നൽകും